മലപ്പുറം പാലം, ഭാരതപ്പുഴയുടെ കുറേ ഒരു പാലുണ്ട്, കണ്ടിട്ടുണ്ടോ? ഈ പാലത്തിന്റെ അടിയിൽ ഒരു ഒഴിഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ റോഡ് പണി നടക്കുക. അവിടെ നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരു 5 പിള്ളേര് വന്നിട്ട് എന്തോ ഒരു ക്ലാസ് കട്ട് ചെയ്ത് വന്നിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് എന്നൊരു വിവരം ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ മഫ്റ്റിയിൽ ഒരു ഓട്ടോറിക്ഷയിലാണ് പോയേ. പക്ഷേ അവരെടുത്തെത്താൻ ഒരു 10 മീറ്റർ അകലമുള്ളപ്പോൾ അവർക്ക് നമ്മളെ മനസ്സിലായി ഇത് പോലീസോ എക്സൈസോ എന്തോ ഒരു ആൾക്കാരാണെന്ന്. അവർ എണീറ്റ് ഓടി. നല്ല ഓട്ടക്കാരാ, നിങ്ങളുടെ പ്രായമല്ലേ, നല്ല ഓട്ടക്കാരാ. പക്ഷെ അതിലും വലിയ ഓട്ടക്കാർ എക്സൈസിലുണ്ട്. കുറെ ഓടിച്ചിട്ടാണ് നമ്മളെ ഇതിൽ നിർത്തണേ. 26 കൊല്ലമായിട്ടും ഇപ്പോഴും ഈ നിർത്തം നിൽക്കണ ഓടിയത് കൊണ്ടാണ്, ഒരുപാട് ഓടിയത് കൊണ്ടാണ്. എന്തായാലും പിന്നാലെ ഞങ്ങൾ ഓടി. 3 പേരെ കിട്ടി, 2 പേരെ കിട്ടിയില്ല. 3 പേരെ കിട്ടി, 2 പേരെ നിർത്താതെ ഓടുക. ഈ 3 പേരെ പിടിച്ച് ഞങ്ങൾ ഇങ്ങനെ പോരുകയാണ്. പോരുമ്പോ ഇങ്ങനെ തോളിക്കായിട്ട് ഇങ്ങനെ പോരുമ്പോ ഒരു കുറെ അപ്പുറത്ത് വന്നിട്ട് ഞങ്ങളൊന്ന് തിരിഞ്ഞു നോക്കി. കാരണം ഒരു 100 മീറ്റർ അപ്പുറത്തെത്തിയാലെങ്കിലും ആ ഓടിപ്പോകുന്ന 2 പേര് ഒന്ന് തിരിഞ്ഞു നോക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. തിരിഞ്ഞു നോക്കണല്ലോ, കാരണം 3 ചങ്കുകൾ ഞങ്ങളുടെ കയ്യിലാ. 3 ചങ്കുകള് തിരിഞ്ഞു നോക്കിയില്ല. പിന്നെ ഒരു പ്രതീക്ഷ ഉണ്ട്, ഓടി കിതപ്പൊക്കെ മാറി എവിടെയെങ്കിലും സൈഡാവും. അങ്ങനെ സൈഡായിട്ട് കിതപ്പ് മാറുമ്പോൾ ഒരാളോട് ചോദിക്കും, എടാ ഓനെ 3 ആളിപ്പോ എവിടേക്കാ കൊണ്ടുപോയിട്ടുണ്ടാവുക? അപ്പൊ മറ്റവൻ പറയും, എവിടേക്കും കൊണ്ടുപോയിക്കോട്ടെ ചെങ്ങായെ, ജ നോക്കണ്ടേ, നമ്മൾ കഴിച്ചില്ലായല്ലോ, ജി ഉണ്ടായിരുന്ന ഓരോ എവിടെയും കൊണ്ടുപോയിക്കോട്ടെ. എടാ അങ്ങനെ പറയലടാ, നമ്മളെ ചെങ്ങായിമാരല്ലേ, നമ്മൾ ഒന്നിച്ചല്ലേ പോയേ, പിന്നെ അവരെ മാത്രം പിടിച്ചുകൊണ്ടുപോകുമ്പോ നമ്മൾ മാത്രം ഇങ്ങനെ നടക്കണത് ശരിയാണോ? ഞാൻ ലജ്ജ വേണേ പോയിക്കോ, ഞാനില്ല, ഞാൻ വേണമെങ്കിൽ പോയിക്കോ. അങ്ങനെ പറയലടാ, നമ്മൾ ഒന്നിച്ചല്ലടാ ക്ലാസ് കട്ട് ചെയ്ത് പോയി, പിന്നെ ഓലെ കൊണ്ടുപോകുമ്പോ നമ്മൾ മാത്രം. അങ്ങനെ പറഞ്ഞ് ഒരു സമയനയത്തിലെത്തി ധൈര്യം സംഭരിച്ച് പതുക്കെ ഞങ്ങളുടെ ഓഫീസിലേക്ക് വന്ന് ഞങ്ങളുടെ ഓഫീസിന്റെ വരാന്തയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ തല ചൊറിഞ്ഞ് ഇങ്ങനെ നടക്കുമ്പോൾ എന്താ കാര്യം? സാറേ ഞങ്ങളെ ചങ്ങായിമാരാണ്. അത് ശരി, നിങ്ങൾ 2 ആളാ ഓടിയത്? ആ സാറേ ഞങ്ങളാണ്. സാറേ ക്ലാസ് കട്ട് ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. സാറേ സിഗരറ്റ് വലിച്ചാണ് സാറേ. സിഗരറ്റ് വലിച്ചോ? വേറെ ഒന്നും ചെയ്തില്ല സാറേ. സത്യം സാറേ, സിഗരറ്റ് വലിച്ചു, സത്യമാണ്, വേറെ ചെയ്തില്ല. ഇനി മേലാൽ ഞങ്ങൾ ചെയ്യില്ല സാറേ, അവരൊന്ന് വിടോ സാറേ, ഞങ്ങളെ ചങ്ങായിമാരാണ് സാറേ എന്ന് പറഞ്ഞ് വരണം എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങൾ കാത്തിരിക്കുകയാണ്. 1 മണിക്കൂർ കഴിഞ്ഞു, 1.5 മണിക്കൂർ കഴിഞ്ഞു, 2 മണിക്കൂർ കഴിഞ്ഞു, 2.5 മണിക്കൂർ കഴിഞ്ഞു. ചങ്കുകൾ വിചാരിച്ചു നമ്മുടെ തടി രക്ഷപ്പെട്ടല്ലോ, അവര് പോയി ജയിലിൽ കിടക്കേ, എന്തു വേണമെങ്കിൽ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് അവര് തടിയെടുത്തു. ഇതാണ് ചങ്കുകള്. എല്ലാ ചങ്കുകളും ചങ്കുകളല്ല. പക്ഷെ മക്കളെ, 3-ാമത്തെ മണിക്കൂറിൽ വന്നു, ചങ്കുകൾ വന്നു, ഓടിക്കതച്ച് വന്നു. 3-ാം നിലയിലുള്ള ഞങ്ങളുടെ ഓഫീസിലേക്ക് ഓടിക്കതച്ച് വന്നിട്ട് കരഞ്ഞുകൊണ്ട് വന്ന് ചോദിക്കുകയാണ്, സാറേ എന്റെ കുട്ടി എവിടെ? സാറേ എന്റെ മോൻ എവിടെ? അവൻ എവിടുന്ന പിടിച്ചേ? അവൻ എന്ത് തെറ്റാ ചെയ്തേ? എനിക്ക് എന്റെ കുട്ടിയെ കാണണം, എന്റെ കുട്ടി സ്കൂളിൽ പോയതാണല്ലോ, എനിക്ക് എന്റെ കുട്ടിയെ കാണിച്ചതാ എന്ന് പറഞ്ഞ് ചങ്ക് പൊട്ടി കരഞ്ഞുകൊണ്ട് അവിടെ ഓടി വരാൻ അവരുടെ അച്ഛനും അമ്മയും അവരുടെ ഉമ്മയും ഉപ്പയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചങ്ക് പൊട്ടാനും കൂടെ നിൽക്കാനും എന്നും അവർ മാത്രമേ ഉണ്ടാവൂ എന്ന യാഥാർത്ഥ്യം ആദ്യം മനസ്സിലാക്കും മക്കളെ. മറ്റേ കൂട്ടുകാരൊക്കെ നമ്മുടെ പുറകെ ഉണ്ടാവും. അവസാനം 2 വരി ആ FB-ലോ ഇതിലോ എഴുതിയിട്ടിട്ട് അവര് പോവും. പിന്നെ ഒരു കൂട്ടുകാരും ഉണ്ടാവില്ല. ഇതാണ് കൂട്ടുകാര്. ഏതായാലും ഇവനെ ഞങ്ങൾ ഇറക്കി വിട്ട് ഇവന്റെ അച്ഛനെ അമ്മയെടുത്ത് പോയി അവരോട് വിവരം പറഞ്ഞു. അവനെ കൊണ്ടുപോയി ചികിത്സിച്ചു, അവനെ ഭേദമാക്കി. അവൻ അതിന് മുകളിലുള്ള കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അവനിപ്പോ ഗൾഫില് 3 ലക്ഷം രൂപ ശമ്പളമായിട്ട് അവൻ ജീവിക്കുകയാണ്. കഴിഞ്ഞ ലീവിൽ അവൻ നാട്ടിൽ വന്നപ്പോ ഞങ്ങളെ കാണാൻ വേണ്ടി അവൻ ഒരു 50 ലക്ഷം രൂപ വില വരുന്ന ഒരു കാറിൽ വന്നു. ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചമ്മറോട്ടം ജംഗ്ഷനിൽ ഒരു ഫേമസ് ബേക്കറി ഉണ്ട്, അവിടുന്ന് എന്തൊക്കെ ട്രീറ്റ് സാറേ, എന്തെങ്കിലും കഴിക്കും സാറേ എന്ന് പറഞ്ഞ് അവൻ ജ്യൂസൊക്കെ വാങ്ങി തന്ന് അവൻ പറയാണ്, നിങ്ങൾ അന്ന് എന്നെ പിടിച്ചില്ലായിരുന്നു എങ്കിൽ ഞാനൊരു ഭ്രാന്തനായിട്ട് നടക്കുമായിരുന്നു, പക്ഷെ നിങ്ങൾ പിടിച്ചത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് സന്തോഷം. ഒരാൾ രക്ഷപ്പെട്ടല്ലോ. പക്ഷെ മക്കളെ, അടിവരയിട്ട് നിങ്ങൾ എഴുതിക്കോ, തീവ്രമായി അടിമപ്പെട്ട തിരിച്ചു പോരാൻ പറ്റൂല, ഭ്രാന്തനായിട്ട് നടക്കേണ്ടി വരും. ഇവൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളത് എന്തോ ഭാഗ്യമാണ്, അങ്ങനെ തിരിച്ചു വരാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കൂ. ഇനി ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കുറച്ച് സമയമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഏറ്റവും ചുരുക്കി പറയുകയാണ്. ഒരുപാട് ലഹരികൾ ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ പേരുകളൊന്നും ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പക്ഷേ ഞങ്ങളൊരു ക്ലാസ്, അതായത് അധ്യാപകർക്കുള്ള ഒരു ക്ലാസ്സിന് പോയപ്പോൾ അവിടെ എക്സൈസിൽ നിന്ന് ഒരു 4-5 പ്രതിനിധികളെ വിട്ടിരുന്നു. ക്ലാസ് എടുക്കുന്നത് ഞങ്ങളല്ല, ഞങ്ങൾ നിങ്ങളെപ്പോലെ വിദ്യാർത്ഥികളായിട്ട് അവിടെ പോയിരുന്നതാണ്. അവിടെ ഡോക്ടർ ഹാനി ഹസൻ എന്ന് പറഞ്ഞിട്ട്
ഒരു സാറ് വന്നിട്ട് ക്ലാസ് എടുത്തു. അപ്പൊ അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചു, നിങ്ങളൊക്കെ എക്സൈസുകാരല്ലേ, അധ്യാപകരല്ലേ, നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏറ്റവും അപകടകാരിയായിട്ടുള്ള മയക്കുമരുന്ന് ഏതാണ് എന്ന് ചോദിച്ചു. ഞങ്ങൾ എണീറ്റ് നിന്നിട്ട്, നമുക്കറിയാലോ ഒറ്റ പ്രാവശ്യം ഇങ്ങനെ വലിച്ചാൽ പോലും അടിമപ്പെടുന്ന സാധനമുണ്ട്, പല്ലൊക്കെ പൊടിഞ്ഞു പോകുന്ന സാധനങ്ങളുണ്ട് എന്നൊക്കെ നമുക്കറിയാലോ. 0.5 ഗ്രാം, 1/2 ഗ്രാമിലധികം കൈവശം വെച്ചാൽ ജയിലിൽ പോണ സാധനങ്ങളുണ്ട്. 1/2 ഗ്രാം, മക്കൾ ഓർത്തോ, 1/2 ഗ്രാമിലധികം കയ്യിൽ കണ്ട ജയിലിൽ പോണ സാധനമുണ്ട്. നമ്മൾ ഈ പേര് കേൾക്കുന്ന പല സാധനങ്ങളും 1/2 ഗ്രാം മതി, ജയിലിൽ പോവും. അപ്പോ അങ്ങനെയുള്ള സാധനങ്ങൾ ഞങ്ങൾ എണീറ്റ് പറഞ്ഞു, സർ ഇന്നത്. ഡോക്ടർ പറഞ്ഞു, ഇതൊന്നുമല്ല ഏറ്റവും അപകടകാരിയായ ലഹരി മരുന്ന് എന്ന് പറയുന്നത്, ഇതൊന്നുമല്ല, അത് ബീഡിയും സിഗരറ്റും ഹാൻസും, അതായത് പുകയില ഉൽപ്പന്നങ്ങളാണ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു, സർ സിഗരറ്റും ബീഡിയും ഇവിടൊക്കെ വിൽക്കാൻ വെച്ച സാധനമാണ്, പുകയില കുഴപ്പക്കാരാണ് നമുക്കറിയാം, പക്ഷെ അതിനപ്പുറത്ത് അത് ഏറ്റവും അപകടകാരിയാണ് എന്ന് സാറ് പറഞ്ഞത് എന്താ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ കാര്യം മക്കൾ ശ്രദ്ധിച്ചു കേട്ടോ, ഇത്രയധികം ക്യാൻസർ ഉണ്ടാക്കുന്ന കാർസിനോജനിക് ആയിട്ടുള്ള വേറൊരു ലഹരി മരുന്നില്ല. ഇത്രയധികം ക്യാൻസർ ഉണ്ടാക്കുന്ന വേറെ ലഹരി മരുന്നില്ല. പുകയിലയോളം, അതായത് സിഗരറ്റ്, ഹാൻസ്, ഇതിനോളം ചുണ്ടിനകത്ത് വെക്കുന്ന പല സാധനങ്ങളും, പുകയിലുള്ള സാധനങ്ങൾ, അതിനോളം ക്യാൻസർ ഉണ്ടാക്കുന്ന വേറെ സാധനങ്ങളില്ല. അപ്പൊ ഞാൻ ഓർത്തു, സത്യം, അത് സത്യം. ഞാൻ ഓർത്ത എന്താ അറിയോ, വളാഞ്ചേരിക്കാരെ എത്ര ആളുണ്ട് ഇതില്? കൈ പൊക്കിക്കേ, വളാഞ്ചേരിക്കാരെ ഒന്ന് കൈ പൊക്കൂ. ഓക്കെ, വളാഞ്ചേരി സെന്ററില് ഒരു ജംഗ്ഷൻ ആണല്ലോ അല്ലെ, കോഴിക്കോട് റോഡ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി റോഡ്, ഈ റോഡ്. അപ്പൊ ഈ പട്ടാമ്പി റോഡിലേക്ക് ഇറങ്ങുന്ന സ്ഥലത്ത് പഴയ കാലത്ത് ഒരുപാട് ലോറികൾ ഇങ്ങനെ നിർത്തിയിടും. അതില് നമ്മുടെ സ്ഫടികം സിനിമയില് മോഹൻലാലേട്ടന്റെ ലോറി കണ്ടിട്ടുണ്ടോ നിങ്ങള്? ചെകുത്താൻ എഴുതിയ പെരുമ്പാവൂർ ക്യാബിൻ എന്നാ പറയാ, ഈ ടാറ്റയുടെ വലിയ ലോറിയാണ്. ഇങ്ങനത്തെ ലോറികളാണ് കൂടുതൽ. ഈ ലോറികൾ ഇങ്ങനെ നിരത്തി നിർത്തിയിടും. അതിലത്തെ ഡ്രൈവർമാരൊക്കെ കൂടെ ഒരു മൂലയിൽ ഇങ്ങനെ പോയിരിക്കും. അവിടെ ചെറിയ ടാർപോളിൻ കൊണ്ട് ഒരു ഷെഡ് കെട്ടിയിട്ടുണ്ട്. അവിടെ ഒരു ബെഞ്ച്, നിങ്ങളുടെ സ്കൂളിൽ നിന്നൊക്കെ ഇങ്ങനത്തെ സ്കൂളിൽ നിന്ന് ഒഴിവാക്കണ പഴയ ബെഞ്ചിന്റെ പലക മാത്രം ഉണ്ടാവും. അത് 2 കല്ല് കൊണ്ടിട്ട് അതിന് മുകളിൽ വെച്ച് അതിന് മുകളിൽ ഇരിക്കും. ഞങ്ങളുടെ ഇരിപ്പിടം അതാണ്. ആ ഡ്രൈവർമാരുടെ കൂട്ടത്തിൽ ഒരു ഡ്രൈവർ ആയിരുന്നു അങ്കിളും. കുറെ കാലം പിന്നീട് തൃശ്ശൂർ കോഴിക്കോട് റൂട്ടില് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിലൊക്കെ ഡ്രൈവറായിരുന്നു അങ്കിള്. ഡ്രൈവിങ്ങിനോടുള്ള വല്ലാത്തൊരു അഭിനിവേശം കൊണ്ട് ഡ്രൈവറായ ഒരാളായിരുന്നു ഞാൻ. പിന്നീട് എനിക്ക് തോന്നി, ഇതിൽ മാത്രം ഒതുങ്ങി നിന്നാൽ പോരാ എന്ന് തോന്നി. വീണ്ടും പഠിക്കാൻ പോയി, PSC എഴുതാൻ തുടങ്ങി, ജോലി കിട്ടി. അപ്പോൾ അന്ന് ആ ലോറി സ്റ്റാൻഡിൽ ഇരിക്കുമ്പോൾ, ഡ്രൈവറായിട്ട് ഇരിക്കുമ്പോൾ, എൻ്റെ കൂട്ടത്തില് ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ കൂട്ടത്തില് ഞാൻ പറഞ്ഞില്ല, എൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയും അധ്യാപകരായിരുന്നു. വലിയ പ്രാരാബ്ദമൊന്നും ഉണ്ടായിരുന്നില്ല, വീട്ടിൽ വലിയ പ്രാരാബ്ദമൊന്നുമില്ല. എൻ്റെ ക്രൈസ് ഉണ്ട്. അതായത് ഈ ചെറുപ്പത്തിലെ വലിയ ലോറി ഓടിക്കാനുള്ള വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടല്ലോ, ബസ്സൊക്കെ ചെറിയ ചെറുപ്പക്കാരൻ പയ്യനെ ഓടിച്ചു പോകുമ്പോഴുള്ള ഒരു ക്രൈസ് കൊണ്ട് പോയതാ. പക്ഷെ എൻ്റെ കൂട്ടത്തില് വളരെ പ്രാരാബ്ദമുള്ള ചില, ജീവിക്കാൻ തന്നെ പാടുപെടുന്ന ചില ഡ്രൈവർമാരുണ്ടായിരുന്നു. രാവിലെ വരുമ്പോൾ മക്കൾ പറയും, അച്ഛാ ഒരു 50 രൂപ തരണേ, എക്സാം ഫീസ് അടയ്ക്കേണ്ട അവസാനത്തെ ഡേറ്റ് ആണ് എന്ന് പറയുമ്പോൾ 50 രൂപ പോലും ഉണ്ടാക്കാൻ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. രാവിലെ വരുമ്പോൾ ഭാര്യ പറയും, ഒരു 2 കിലോ അരി കൊണ്ടുവരണം, നാഴി അരി അടുത്ത വീട്ടിൽ നിന്ന് വാങ്ങിയേ എന്ന് പറയുമ്പോൾ ആ 2 കിലോ അരി പോലും വാങ്ങാൻ കഷ്ടപ്പെടുന്ന പാവപ്പെട്ട ചില ഡ്രൈവർമാരുണ്ടായിരുന്നു. അതിൽ എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു. വളരെ പ്രാരാബ്ദമാണ്. ഈ ടെൻഷൻ വരുന്ന സമയത്തൊക്കെ അവൻ എന്താ ചെയ്യാറിയോ, ഒരു സിഗരറ്റ് എടുക്കും, കത്തിക്കും, ഇങ്ങനെ വലിക്കും, ഇങ്ങനെ നടക്കും, അടുത്ത സിഗരറ്റ് വീണ്ടും കത്തിക്കും, ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ വലിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഞങ്ങൾ പറയും, ഞാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയും, എടാ ഇങ്ങനെ വലിക്കല്ലടാ, ഇത് ക്യാൻസർ ഉണ്ടാക്കടാ, ഇത് എന്ത് വലിയാണോ വലിക്കണേ എന്ന് പറയുമ്പോൾ അവൻ പറയും, സിഗരറ്റ് വലിച്ചാലല്ലേ ക്യാൻസർ ഉണ്ടാവണേ, പോയിക്ക ചങ്ങായി അവിടുന്ന്, ഈ സിഗരറ്റ് വലിച്ചാൽ ക്യാൻസർ ഉണ്ടാവുകയാണെങ്കിൽ അയാൾക്ക് ഉണ്ടാവണ്ടേ എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു തരും. ആ വളാഞ്ചേരി ടൗണിൽ ഒരു 80 വയസ്സുള്ള ഒരു മുത്തശ്ശൻ ഉണ്ടായിരുന്നു. 80 വയസ്സുണ്ട്. സത്യമാണ്, അയാളെ കാണുമ്പോഴൊക്കെ ചുണ്ടിലൊരു ബീഡി ഉണ്ടാവും, അല്ലെ സിഗരറ്റ് ഉണ്ടാവും. ഈ തട്ടുകടയിലേക്ക് ശുദ്ധമായ വെള്ളം കൊണ്ടുകൊടുക്കല പണി. തട്ടുകടകളിലേക്ക് ശുദ്ധമായ വെള്ളം കിണർന്ന് കോരി കൊണ്ടുകൊടുക്കുന്ന പണിയാണ് ആ 80ാമത്തെ വയസ്സിലും ആ മുത്തശ്ശ എടുക്കണേ. 2 കൈയിലും ബക്കറ്റിൽ ഇങ്ങനെ വെള്ളം തൂക്കിയിട്ട് ഇങ്ങനെ 2 കൈയിലും ബക്കറ്റ് തൂക്കി നടക്കുമ്പോഴും 2 കൈയും ഫ്രീ അല്ലല്ലോ. അപ്പോഴൊരു ബീഡി ഇവിടെ ഇങ്ങനെ കടിച്ചു പിടിച്ചിട്ടുണ്ടാവും, സൈഡിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും. കുറച്ച് 2 സ്റ്റെപ്പ് നടക്കും, ഈ ബക്കറ്റ് അവിടെ വെക്കും, വീണ്ടും നിന്ന് ആഞ്ഞു വലിക്കും, അവിടെ തന്നെ കടിച്ചു പിടിക്കും, ഇങ്ങനെ വെക്കും. എന്നിട്ട് പറയും, നമ്മൾ ചെറിയ കുട്ടിയാവുമ്പോഴും അയാളെ നമ്മൾ കാണുന്നുണ്ട്, അപ്പോഴും അയാളെ ചുണ്ടില് ഈ സിഗരറ്റ് ഉണ്ട്. അങ്ങനെ ക്യാൻസർ വരികയാണെങ്കിൽ അയാളൊക്കെ എന്ന് തട്ടിപ്പോണം ചങ്ങായിയെ? ന്യായമായ ചോദ്യം അല്ലേ, ന്യായമായ ഉത്തരം.
സത്യം. ആ മനുഷ്യനൊന്നും വന്നിട്ടില്ല എന്നത് സത്യം. പക്ഷേ ആ ലോറി സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും വളാഞ്ചേരി ടൗണിലുമായിട്ട് സ്മോക്കിംഗ് കൊണ്ട് ക്യാൻസർ വന്നിട്ടും മദ്യപാനം കൊണ്ട് കരൾ പോയിട്ടും മരിച്ചുപോയ ഒരുപാട് പേരുണ്ട്. പക്ഷെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ എൻ്റെ അടുത്ത് ജീവനുള്ള ഉദാഹരണങ്ങളൊന്നുമില്ല. കാരണം മരിച്ചവരെ നമ്മൾ മറന്നു പോകുന്നു. നമ്മൾ വീട്ടിൽ ആരെങ്കിലും നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് അവരെ ഓർക്കുന്നത്. നാട്ടിൽ ആരെങ്കിലും മരിച്ചു പോയാൽ കുറച്ചു കാലം ഓർക്കും, പിന്നെ അവരെ കുറിച്ച് പറയുമ്പോൾ മാത്രമാണ് ഓർക്കണേ. എന്തായാലും എൻ്റെ സുഹൃത്ത് ഈ ശീലം തുടർന്നു. എനിക്ക് പിന്നീട് പോലീസിൽ ജോലി കിട്ടി. ഞാൻ പോയി ലീവിൽ വന്ന സമയത്ത് എൻ്റെ പഴയ ചങ്ങാതിമാരെ കൂടെ ഞാൻ വന്നിരിക്കുകയാണ്. ഒരു കാലിച്ചായ കുടിച്ചിരിക്കുക. അപ്പൊ അവരെ കൂട്ടത്തുനിന്ന് ഒരാൾ പോലീസ് പോയ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടി ചിലവർ വന്ന് തോളിൽ കൈയിടുണ്ട്. ഒരു പോലീസുകാരുടെ തോളിൽ കൈയിടാൻ കിട്ടിയ ഒരു പൊലിവാണല്ലോ. ചിലവർ തോളിൽ കൈയിടുണ്ട്. ചിലവർ പറയണ്ട, എടാ ബാബു, എന്നെ ബാബു എന്നാ നാട്ടിൽ വിളിക്കണേ. ബാബു, ഞാൻ കോഴിക്കോട് ഇരുന്ന് ജോലി. കോഴിക്കോട് ഭാഗത്തേക്ക് വണ്ടിയേറ്റ് വരുമ്പോഴേ കയ്യാട്ടി ചാർജ് ചെയ്യൊന്നും ചെയ്യരുതിട്ടാ. ഇത് അവരെ കൂട്ടത്തിലെ ഒരാളല്ലേ, ആ സന്തോഷം പറയാണ്. അതിനിടയിൽ ഒരാൾ പറഞ്ഞടാ, നീ അറിഞ്ഞോടാ? എന്ത്? ഈ ഓന്റെ കാര്യം അറിഞ്ഞോ? നേരത്തെ ഞാൻ പറഞ്ഞ ആളെ കുറിച്ചാ പറയുന്നത് കേട്ടോ. എടാ, ഓന് ക്യാൻസർ ആണടാ. തിരുവനന്തപുരത്തിനൊക്കെ മടക്കിപ്പോ വീട്ടിലുണ്ട്. ഇത് കേട്ടപ്പോ ഞാൻ അറിയാതെ നെഞ്ചിൽ കൈവച്ചു. ദൈവമേ, ക്യാൻസറോ? അവനോട് ഞാൻ പറഞ്ഞത് ഇപ്പോഴും ഓർക്കണം. എടാ, ഇത് ക്യാൻസർ ഉണ്ടാക്കും. മരുന്ന് വാങ്ങാൻ പോലും പൈസ ഇല്ല, വളരെ കഷ്ടമാണ് അവന്റെ വീട്ടിലെ സ്ഥിതി എന്ന് പറഞ്ഞപ്പോ വളാഞ്ചേരിയിലുള്ള നല്ലവരായ കച്ചവടക്കാരെ കണ്ട് പിറ്റേ ദിവസം കുറച്ച് പൈസയൊക്കെ പിരിച്ചെടുത്ത് ഞങ്ങള് ഇവന്റെ വീട്ടിലേക്ക് ഇവനെ കാണാൻ വേണ്ടി പോവാണ്. അവന്റെ വീട്ടിലേക്ക് ഞങ്ങൾ കയറി ചെല്ലുമ്പോ വളാഞ്ചേരി വെങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ട്, അറിയോ? വെങ്ങാട് അവന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ അവന്റെ ഭാര്യ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അകത്തേക്ക് മുറിയിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ആ മുറിയിലാണ് കിടക്കണേ. കയറി ചെല്ലുമ്പോ, ആ മുറിക്കകത്തേക്ക് കയറി ചെല്ലുമ്പോ, മക്കളെ എനിക്ക് പറയാൻ മടിയുണ്ട്, എന്നാൽ പോലും പറയാണ്, നമ്മൾ അറിയാതെ മൂക്ക് പൊത്തിപ്പോവും. ആ മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ രൂക്ഷഗന്ധം. മനുഷ്യന്റെ മാംസം, ഇത് പറയുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം, മനുഷ്യന്റെ മാംസം കേടുവന്നാൽ ചീഞ്ഞാലുണ്ടാകുന്ന ഒരു മണം. മൂക്ക് പൊത്തിയിട്ട് കയറാൻ പറ്റൂ. കയറി ചെല്ലുമ്പോ ആ കിടപ്പിലായ മനുഷ്യന് സ്വന്തം മകള്, ഒരു 11-12 വയസ്സുള്ള മകള് അവന് കഞ്ഞി കോരി കൊടുക്കുകയാണ്. ഉപ്പാക്ക് കഞ്ഞി കോരി കൊടുക്കുകയാണ്. ആ മലന്ന് കിടക്കുന്ന മനുഷ്യനെ ലേശകൻ ചെരിച്ചു കിടത്തിയിട്ടുണ്ട്, ചെറുതായിട്ട് ചെരിച്ചു കിടത്തിയിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു സ്പൂണ് കഞ്ഞി അവന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോ ആ കഞ്ഞി വയറിനകത്തേക്കല്ല പോകുന്നത്. ഈ അന്നനാളം വഴി വയറിനകത്തേക്കല്ല പോണേ. ഈ കഴുത്തിന്റെ ഇവിടെ വലിയൊരു തുളയാണ്, ഒരു ഹോളാണ്. ഈ പല്ല് ഇവിടെ ഇല്ല, ഈ കവിൾ ഇവിടെ ഇല്ല, പല്ല് മാത്രം പുറത്തേക്ക് കാണും. ഈ മകള് പഴയ തട്ടം ഷോള് ഇങ്ങനെ മുറിച്ചെടുത്ത് പീസ് പീസാക്കി വെച്ചിട്ടുണ്ട്. ഒരു പീസ് അതിൽ നിന്ന് എടുക്കും, അവിടെ ഒരു പഞ്ഞിക്കെട്ടുണ്ട്, ആ പഞ്ഞിക്കെട്ട് എടുക്കും, ഒരു തുണി ഈ പഞ്ഞിയിൽ പൊതിയും, ആ പൊതിഞ്ഞ ആ തുണി കൊണ്ട് ഈ തുള ഇവിടെ അമർത്തി പിടിക്കും. എന്നിട്ടാണ് ഇങ്ങോട്ട് ചെരിച്ച് കിടത്തിയിട്ടാണ് ഒരു സ്പൂണ് കഞ്ഞി ഈ സൈഡിൽ കൂടെ ഇറങ്ങിപ്പോവുള്ളൂ. അങ്ങനെയാണ് ഒരു സ്പൂണ് കഞ്ഞി അവർ കൊടുക്കുന്നത്. ഡ്രസ്സ് ചെയ്യാനോ സ്റ്റിച്ച് ചെയ്യാനോ ഒന്നിനും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഇവിടെ കംപ്ലീറ്റ് ദ്രവിച്ചു പോയ ആ മനുഷ്യന്റെ ശരീരം. ഈ മോള് അവിടെ നീങ്ങിയ സമയത്ത് കരഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു, നിങ്ങൾ അന്ന് പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു. നിങ്ങൾ അന്ന് പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ എനിക്ക് അവസ്ഥ വരില്ലായിരുന്നു. എൻ്റെ മോള്, ആ പോയ മോള്, അവളെ ഒന്ന് കല്യാണം കഴിച്ചു കൊടുക്കുന്നവരെ, അതുവരെയെങ്കിലും എനിക്ക് ജീവിക്കണം, അതുവരെ എനിക്ക് ജീവിച്ചേ പറ്റൂ. അതിനെങ്കിലും ദൈവം എനിക്ക്, പടച്ചവൻ എനിക്ക് ആയുസ് തരുമോ എന്ന് പറഞ്ഞ് അവൻ കരഞ്ഞപ്പോ മറുപടി പറയാൻ ഞങ്ങളുടെ കയ്യിൽ വാക്കുകളില്ല. ഞങ്ങൾ അറിയാതെ കരഞ്ഞു പോയി. ഞങ്ങൾ ഇറങ്ങിപ്പോന്നു. 3-4 മാസമേ അവൻ ജീവിച്ചുള്ളൂ, മരിച്ചുപോയി.